നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ ചേരുന്നത് സാഹിത്യകാരിയും റിട്ടയേർഡ് അധ്യാപികയുമായ പ്രഭാ വിജയ് എന്ന് പറയുന്ന പേരിൽ കഥകൾ എഴുതുന്ന അധ്യാപികയാണ്. പടവുകളിലേക്ക് പ്രഭാതി ടീച്ചറെ സ്വാഗതം. നമസ്കാരം. ടീച്ചറുടെ ഇപ്പോൾ നമ്മൾ നേരിട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. ടീച്ചറുടെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് സാന്ത്വനമായി എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടീച്ചറുടെ ഈ ഒരു ഹീലിംഗ് ടച്ചാണ് സാന്ത്വനമായി. എന്താണ് ആ പുസ്തകത്തിനകത്ത് പ്രതിപാദിക്കപ്പെടുന്ന കഥകളിലെ ചില ഭാഗങ്ങൾ? എങ്ങനെയാണത്? അത് ചെറുപ്പകാലം മുതലേ നമ്മൾ ഏകാന്തതയിലൊക്കെ വളർന്ന ഒരു ലൈഫായിരുന്നു എനിക്ക്. അങ്ങനെ നിന്ന് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ മനസ്സിലിങ്ങനെ ഒതുക്കി നടന്ന് അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങോട്ട് എഴുതി തുടങ്ങിയതാണ്. കോളേജ് മാഗസിനിൽ കഥ എഴുതായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഇതിൽ അങ്ങോട്ട് വന്ന് കഥ എഴുതി വികാരപരമായ കഥകൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കഥകളിലൂടെ പറയുക. അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായത്തിൽ വന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കഥകളാണ്. ഇതിപ്പോൾ പ്രസിദ്ധീകരിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റിൽ അതൊരു ബുക്കായി പ്രസിദ്ധീകരിച്ചു. പിന്നെ ഇങ്ങനെ ആനുകാലികളിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ചില സമ്മാനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കൊരു പ്രചോദനമാണല്ലോ. അങ്ങനെയാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. ഒരു സോളിറ്റ്യൂഡ്, ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാകാരിയാണോ ടീച്ചർ? അതെ, എനിക്ക് ഏകാന്തത ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടേതായ മനോരാജ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ. അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു ഇമാജിനറി റൈറ്ററും കൂടിയാണ് അല്ലേ? സാങ്കല്പികമായി എഴുതുക അല്ലേ? അപ്പോൾ ഈ കഥാലോകത്ത് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് മാധവിക്കുട്ടിയെ ഇഷ്ടമാണ്, MT ഇഷ്ടമാണ്. പിന്നെ പത്മനാഭൻ്റെ കഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ടി പത്മനാഭൻ സാറിൻ്റെ അങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. മുഖ്യധാര എഴുത്തുകാരിൽ ഇവരെയാണ്. ഇപ്പോൾ നമ്മളെ പുതിയ സമകാലിക കറണ്ട് റൈറ്റേഴ്സിൽ കഥാകാരന്മാരിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? കറണ്ട് കഥാകാരൻ ഞാനിപ്പോൾ ബെന്യാമിൻ്റെ ഒരു ബുക്കാണ് വായിച്ചത്, ആടുജീവിതം. അങ്ങനെയൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് വല്ലാതെ. ഈ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ പുതിയൊരു കഥാകാരനുണ്ട്, അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്തായാലും ഇപ്പോൾ ടീച്ചറുടെ ഒരു രചനാശൈലി ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും വീട്, അതല്ലെങ്കിൽ പരിസരങ്ങൾ, കഥാതന്തു മുഴുവൻ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നാണ് എന്ന് തോന്നുന്നു. ശരിയാണോ? കുറേയൊക്കെ ശരിയാന്ന് പറയാം. നമ്മുടെ അനുഭവങ്ങള്, മറ്റുള്ളവരുടെ അനുഭവങ്ങള്, വായന അനുഭവങ്ങള്, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു തന്തുക്കൾ തന്നെയാണ് എൻ്റെ കഥകളിലൊക്കെ ഉണ്ടാവാറുള്ളത്. അതൊരു സാമീപ്യമായി എടുക്കാറുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കരുമാനാംകുറിശ്ശിയിലായിരുന്നു. തനി നാട്ടിൻപുറ ഗ്രാമമാണ്. ഡൽഹിയിലായിരുന്നു ഞാൻ അച്ഛൻ്റെ ജനിച്ചത്. അവിടെ ഒരു 7 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് പിന്നെ ഉണ്ടായത്. സ്നേഹിക്കാനും ഒക്കെ ആൾക്കാരൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിക്കുമ്പോൾ ഉള്ളൊരു ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു ഏകാന്തതയിൽ വന്ന കഥകളാണ് അപ്പോൾ ഇതൊക്കെ. സ്നേഹത്തിന് എന്താ ഇത്ര ഒരു ഗ്രാഹ്യം വന്നത്? എന്താ സ്നേഹം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തമായ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടണ സ്നേഹവും മറ്റതും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോഴേ, അച്ഛൻ മരിച്ചതോടുകൂടി അമ്മയ്ക്ക് പ്രശ്നങ്ങളായി. അമ്മയ്ക്ക് എന്നെ വളർത്താനുള്ള ബുദ്ധിമുട്ട്. പിന്നെ അമ്മാമ്മൻ്റെ അടുത്തൊക്കെയാണ് വളർന്നതൊക്കെ. അപ്പം എന്നാലും അങ്ങനെ ഒരു വിധമൊക്കെ ദൈവ അനുഗ്രഹം, വേദനാനുഭവമായി തോന്നുന്നു അല്ലേ? ടീച്ചർക്ക് കണ്ണുകളിൽ നിന്നും സങ്കടം വരുന്നു. സോറി ടീച്ചർ. യെസ്, ആയിക്കോട്ടെ. ടീച്ചറെ പഠനം, കോളേജ് വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? കോളേജ് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചത് NSS കോളേജ് ഒറ്റപ്പാലത്ത്. അതും നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പഠിച്ചത്. കാരണം അന്ന് ബസ് റൂട്ടൊന്നും ഇല്ല അവിടെ. നടന്നു പോയിട്ടൊക്കെ പഠിച്ച് കൈലിയാടുന്ന് വാണിയംകുളം വഴി പോകണം. വാണിയംകുളം കുളപ്പള്ളി വരെയൊക്കെ നടക്കും. പിന്നെ അന്ന് അധിക കുട്ടികളും കോളേജിൽ പോണവരില്ല ആ ഭാഗത്തൊന്നും. ഒരു ഗ്രാമപ്രദേശമൊക്കെയാണല്ലോ. അങ്ങനെ 2-3 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതൊക്കെ അത് ജീവിച്ച് പഠിച്ച് കോളേജ് ലൈഫൊക്കെ നല്ല രസമായിരുന്നു. ക്ലാസ്സുകളും. ഞാൻ സുവോളജിയാണ് മെയിൻ ഉണ്ടായിരുന്നത്. BSc സുവോളജി എടുത്തിട്ടാണ്. അപ്പോൾ ഫൈലം പ്രോട്ടോസോവ, ഫൈലം മെറ്റാസോവ എന്നൊക്കെ പറഞ്ഞല്ലേ? ഫൈലം കോഡാറ്റ. കോഡാറ്റ.
ഒക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. അന്നത്തെ കാലമൊക്കെ നല്ല രസമായിരുന്നു. ലാബിലൊക്കെ ഉള്ള ജീവിതം എങ്ങനെയായിരുന്നു? ലാബൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങളുടെ സാർമാരും കൂറകളെയൊക്കെ ഫ്രോഗിനെയൊക്കെ കട്ട് ചെയ്യലും അല്ലേ? ആ ഒരു ജീവിതാനുഭവം വലിയ ടീച്ചറുടെ ജീവിതം പിന്നീട് മാറ്റിമറിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. പക്ഷെ ആ കാലങ്ങളൊക്കെ അങ്ങനെ രസമായി കഴിഞ്ഞു പോയി. ക്യാമ്പസ് ജീവിതം ഏറെ ഇഷ്ടപ്പെടുന്നു അല്ലേ? ആ കലാലയ സ്മരണകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ടോ? ചിലതിലൊക്കെ ഉണ്ടെന്ന് തോന്നണോ, അത്രേ ഉള്ളൂ. ടീച്ചറൊക്കെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികൾ? സഹപാഠികൾ ഇപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പറയണവരൊക്കെ ഓരോ വഴി കൂടെ പോയില്ലേ. സുവോളജി ഏത് ബാച്ചായിരുന്നു? ഫസ്റ്റ് ബാച്ച്, അവിടെ തുടങ്ങിയ ബാച്ചായിരുന്നു ഞങ്ങൾ. 1970 അല്ല എന്താണ് 79 82 അല്ലേ? 82 ഫസ്റ്റ് ബാച്ച്. അവിടെ NSSൽ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ആ ഒരു ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് പോയി? അത് നല്ല രസമായിരുന്നു. നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യാൻ പോവും, രാമേശ്വരം അവിടെയൊക്കെ പോയിട്ട്. അതേമാതിരി നല്ല അധ്യാപകരായിരുന്നു, നല്ല രസമായിരുന്നു. അന്നൊക്കെ നല്ല ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു, വിശാലമായ ലൈബ്രറി. അപ്പോൾ ഈ നമ്മുടെ ഈ ലാബ് സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സൗകര്യങ്ങൾ വെച്ചാൽ അതിൻ്റെ സ്പെസിമിനൊക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് പലതും. രാമേശ്വരമൊക്കെ പോയിട്ട് അപ്പം എന്നിട്ട് അതൊക്കെ പ്രിസർവ് ചെയ്തൊക്കെ സൂക്ഷിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ. പണ്ട് ഞാൻ പറയുമ്പോൾ ഈ ലാബിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ തവളകളെ പിടിക്കാൻ വേണ്ടി പോണ ചില ശ്രീനിവാസൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഏതാ സിനിമയുടെ പേരെന്താ? ഒരു സിനിമയിൽ അങ്ങനെ ഒരു സീന് കാണുന്നുണ്ട്, ഞാൻ കണ്ട ഒരു ഓർമ്മ. അപ്പോൾ ഈ ഫ്രോഗൊക്കെ നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ചില ലാബ് സൗകര്യങ്ങൾ, തവള ചാടിപ്പോകുന്നതും പിടിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ ചില ഇപ്പോഴല്ല കുറേ കാലം മുന്നത്തെ ഒരു കാര്യങ്ങൾ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആണി തറയ്ക്കുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ പടഞ്ഞിരിക്കും. ചെയ്യുമ്പോഴേ അതെ അതെ അതെ, ഡിസക്ഷൻ സെക്ഷനൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അല്ലേ? നോക്കൂ ടീച്ചർ, ടീച്ചറുടെ കഥാജീവിതത്തിൽ പുതിയ ചില കഥകളും കൂടി വരാനിരിക്കുന്നുണ്ട്. എത്തരത്തിലാണ് രചനയുടെ വഴി? ഇല്ല, അതൊക്കെയും ചെറുകഥകളാണ്. ചെറുകഥകൾ ആണ് ഞാൻ അങ്ങനെ എഴുതാറുള്ളൂ. നോവൽ എന്തൊക്കെ വായിക്കിച്ചാലും ചെറുകഥകൾ ചെറിയ 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 കഥകൾ. ഇപ്പോൾ ഒക്കെ എല്ലാവരും ചോദിക്കുന്നത് മിനിക്കഥകളാണ്, മൈക്രോ കഥകൾ. എന്നിട്ട് എന്താ വെച്ചാൽ അവർ ചോദിക്കും ഒരു കഥ അയച്ചു തരാൻ പറയും, നമ്മൾ ആ കഥ അയച്ചു കൊടുക്കും. പിന്നെ അവർ പറയും അതൊരു പുസ്തകമാക്കുകയാണ്, അപ്പോൾ അതിനുള്ള ക്യാഷ് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ അയച്ചു കൊടുക്കും, ചിലപ്പോൾ അയച്ചു കൊടുക്കില്ല. അങ്ങനെ കുറേ പുസ്തകങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു കഥകളൊക്കെ വന്നിട്ടുണ്ട്. മൈക്രോ സ്റ്റോറീസിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ചെറിയ ക്യാപ്സ്യൂൾ കഥകൾ, ക്യാപ്സ്യൂൾ സ്റ്റോറീസ് എന്നതിന് പറയും. ഈ ക്യാപ്സ്യൂൾ സ്റ്റോറികളിൽ എന്താ വെച്ചാൽ ഈ സമയം വളരെ കമ്മിയാണല്ലോ, മലയാളിക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന കഥകൾ, 10 വരി കഥകൾ എന്നൊക്കെയാണ് പറയുന്നത്. അതിപ്പോൾ വരികളിലാണ് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത്. അതെ അതെ അതെ, അപ്പോൾ നമുക്ക് കണ്ടന്റിലൊന്നും അല്ല. അല്ല അല്ല അല്ല. അപ്പോൾ അങ്ങനത്തെ ചില കഥകളൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ ചിലതിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ടീച്ചർക്ക് കമലയ സുരയ്യ പുരസ്കാരം ഗ്രാമീണ വായനശാല ഗ്രാമീണ സാഹിത്യ സമിതിയുടെ അല്ലേ, അത് ലഭിച്ചിട്ടുണ്ട്. മറ്റു പുരസ്കാരങ്ങൾ എന്തെല്ലാമാണ്? മറ്റു പുരസ്കാരങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പുരസ്കാരങ്ങളല്ല, നമ്മൾ ഇതിലൊക്കെ വരാറുണ്ട്. ദേശാഭിമാനിയുടെ സപ്ലിമെന്റിൽ വന്നിട്ടുണ്ട് കഥകളെ, ചെറുകഥ. അതുമാതിരി ഒരു സ്ത്രീ ശബ്ദം വാരിക, അതിൽ അയച്ചാൽ നമുക്ക് പ്രതിഫലം എന്തെങ്കിലുമൊക്കെ അവർ അയച്ചു തരും. അങ്ങനെ ദേശാഭിമാനിക്കാരും അയച്ചു കൊടുക്കുന്നുണ്ട്, സപ്ലിമെന്റിൽ വന്നാൽ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരും. പിന്നെ ചെറിയ ചെറിയ ബുക്കുകൾ മാസികകളിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ഒരു പുരസ്കാരം എന്ന് പറഞ്ഞ മാതിരി അത്ര വലിയ പുരസ്കാരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. രാജലക്ഷ്മി സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതാണ് അതെ അതെ അതെ, രാജലക്ഷ്മിയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. രാജലക്ഷ്മിയുടെ കൃതികൾ 1-2 ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വഴിയും കുറേ നിഴലുകളും അല്ലേ വായിച്ചിട്ടുണ്ട്. നാട്ടുകാരിയാണല്ലോ. അതെ അതെ, ചെർപ്പളശ്ശേരിക്കാരിയാണ്. കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ വായിച്ചിട്ടുണ്ട്. കോളേജിൽ NS കോളേജിലെ അധ്യാപികയായിരുന്നു, ഫിസിക്സ് അധ്യാപികയായിരുന്നു. ഈ ഇപ്പം ഞാൻ പറയാം, മിക്ക സാഹിത്യകാരന്മാരും സയൻസ് വിഷയങ്ങൾ എടുത്തിട്ടുള്ളവരാണ് അധികവും സാഹിത്യ രചനകളിൽ ഏർപ്പെടുന്നത്. എന്താ തോന്നുന്നത്? മലയാളം MA മലയാളം അല്ലെങ്കിൽ MA സാൻസ്ക്രിറ്റ് ഇതൊക്കെ എടുത്തിട്ടുള്ള ആളുകളെക്കാൾ ഉപരി പല എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റേഴ്സൊക്കെ മറ്റു ഭാഷകൾ, മറ്റ് ശാസ്ത്രശാഖകൾ ചെയ്തവരാണ്. എന്ത് തോന്നുന്നു, MT ഉൾപ്പെടെ? എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ചോദിച്ചാൽ. അല്ല, അത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ടീച്ചർക്ക്? ഇല്ല. ഇപ്പോൾ ഞാൻ പറയാം, പല ആനുകാലികങ്ങളിലും ടീച്ചറുടേതായ കൃതികൾ വരാറുണ്ട്.
ഇല്ലേ? വന്നിട്ടുണ്ട്. ഇത് അയക്കാൻ തയ്യാറെടുക്കാൻ ടീച്ചറെ സഹായിക്കുന്നത് ആരാണ്? അത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അധികവും സഹായിക്കണത്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അയക്കാൻ സഹായിക്കുക. വെച്ചാൽ എനിക്ക് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. വിജയകൃഷ്ണ സാറ് മുപ്പരുടെയാണ് സപ്പോർട്ട്. അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അല്ലേ? അധ്യാപക അവാർഡ് വിന്നറാണ്. അതെ. ആ ഒരു കോമ്പിനേഷനാണ് ടീച്ചറെ കഥാകാരിയാക്കിയതെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെയും പറയാം. അങ്ങനെ ഫുൾ അങ്ങനെ പറയാൻ പറ്റില്ല. സ്ത്രീ മുന്നേറ്റം നമ്മളങ്ങനെ നോക്കാം. സ്ത്രീ ഒരു കുടുംബ ജീവിതത്തിൽ ജനാധിപത്യം എന്നാണല്ലോ നമ്മൾ പറയും, പുതിയ കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒരു ജനാധിപത്യ സങ്കല്പത്തിൽ സ്ത്രീ മുഖ്യധാരയിൽ എത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണോ ടീച്ചർക്കുള്ളത്? തീർച്ചയായിട്ടും എത്തണം. സ്ത്രീകൾക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആളാണ്. സ്ത്രീകൾക്ക് എന്തായാലും ഒരു വരുമാന മാർഗം വേണം. എന്നാലാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഓരോന്ന് ചെയ്തു പോകാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രഭാവതി ടീച്ചർക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ മുന്നോട്ടേക്ക് വരണമെന്നാണ്. സ്ത്രീ ശാക്തീകരണമാണ് മുഖ്യധാരാ വിഷയം. അതുകൊണ്ട് നമ്മളെ സാഹിത്യകാരികൾ, ഇപ്പോൾ ഒരുപാട് സാഹിത്യകാരികളുണ്ട്, അവരൊക്കെ ചെയ്യുന്നത് അത്തരത്തിലാണ്. ഇത്തരത്തിൽ സാഹിത്യരചനകളിൽ ഏർപ്പെടുന്ന നവചിന്തകൾ വെച്ചു പുലർത്തുന്ന ആൾ തന്നെയാണ് പ്രഭാവതി ടീച്ചർ. ടീച്ചറെ തുടരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സ്ത്രീ അടുക്കളയിൽ നിന്നും രംഗത്തേക്ക് വരണമെന്നാണ്. വരണം, അത് ധാരാളം വരണം. എന്താ വെച്ചാൽ അവർക്കും അവരുടേതായ ചിന്തകളും അവരുടേതായ കഴിവുകളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ 2 മക്കളുടെ ഭാര്യമാരോടും അതാണ് പറയുക. അവർ ഡ്രൈവിങ് പഠിക്കണം, അവരുടേതായ കാലിൽ നിൽക്കണം, സ്വാശ്രയത്വം കൈവരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ കുറേ എല്ലാവർക്കും മോഹങ്ങൾ ഉണ്ടാവില്ലേ. ഈ സ്ത്രീ അടുക്കളുടെ ഉള്ളിൽ മാത്രം നിന്ന് ഭർത്താവിനെ ഒരുക്കി കൊടുക്കുക, അത് മാത്രം ചെയ്യുക, അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അത് പോരാന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് ടീച്ചർ നിലപാട്. കണ്ണീരും കിനാവുമായി കഴിയേണ്ടവളല്ല സ്ത്രീ എന്നാണ് പ്രഭാവതി ടീച്ചറുടെ കാഴ്ചപ്പാട്. ഇത് വളരെ പണ്ട് VT ഭട്ടതിരിപ്പാടും EMS നമ്പൂതിരിപ്പാടും പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുതിയ രംഗത്ത് പുതിയ സാഹിത്യകാരികൾ, ഇപ്പോൾ സാറ ജോസഫ് ഉൾപ്പെടെ, പ്രൊഫസർ ഉഷ ടീച്ചർ ഉൾപ്പെടെ, പ്രൊഫസർ ഗീത ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഷീബ ഉൾപ്പെടെ പുതിയ രംഗത്തുള്ള ചെറുപ്പക്കാരികൾ റൈറ്റേഴ്സിൽ ഷീബ, ഷീബ ആ കുട്ടി മലപ്പുറത്ത് ഇപ്പോൾ പെരിന്തൽമണ്ണ താമസിക്കുന്നു. അവരുടെ കഥകളും മികച്ചതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ നല്ല, ഇപ്പം ടീച്ചറുടെ ഒരു കാഴ്ചപ്പാട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. യെസ്. അപ്പോൾ നമുക്ക് തുടരാം. ഇപ്പം നോക്കൂ ടീച്ചറെ, ടീച്ചറുടെ സാന്ത്വനമായി എന്ന് പറയുന്ന ഒരു കഥാഭാഗത്തിൽ ഒരു ശിവരാത്രി നാൾ നീട്ടിയ കൈക്കുമ്പിളിൽ പ്രസാദം വെച്ചു തന്ന മനുവിൻ്റെ മുഖഭാവം വ്യാകുലമായി തോന്നി. ആളൊഴിയുന്നതുവരെ താനവിടെ കാത്തുനിന്നു. പട്ടണത്തിലെവിടെയോ ഒരു പുതിയ തൊഴിലിനായി ശ്രമിക്കുകയാണെന്നും ഇവിടെ നിന്ന് തൽക്കാലം ഒന്ന് മാറുകയാണെന്നും മനു പറഞ്ഞപ്പോൾ താനും സന്തോഷിച്ചു. ഇതൊരു ആർദ്രമായ സമീപനമാണോ? ജീവിതത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചു പോയതാണോ? തോന്നിപ്പോകുന്നു. അതൊരു ഭാവന മാത്രമാണ്. അത് ഭാവനയാണ്. കഥാകാരൻ്റെ തികച്ചും ഭാവനയാണ്. അതിനപ്പുറമൊന്നുമില്ല. ഇല്ല. ഈ വരികൾക്കപ്പുറം വായിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ടീച്ചർക്ക് ഉണ്ടോ? വരികൾക്കിടയിലൂടെയൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പുറം വായിക്കാറില്ല. അപ്പുറം ചിലതിലൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ടീച്ചറെ നോക്കൂ, ഒരു സാഹിത്യകാരി എന്നുള്ളേക്ക് ടീച്ചർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ടാവും. എന്തെല്ലാമാണ് അത്തരം കാഴ്ചപ്പാടുകൾ? കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതുന്ന മാറ്റർ സ്ത്രീകളൊക്കെ വായിച്ചിട്ട് അവർക്ക് മുന്നോട്ട് വരണമെന്ന് തോന്നുക, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം തോന്നുക. സ്ത്രീകൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ വരാതിരിക്കണം എന്നുള്ളൊരു താല്പര്യം തോന്നുക. അങ്ങനെയൊക്കെ തോന്നിയാൽ, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അത് ധന്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതം ധന്യമാവുക എന്നുള്ളതാണ് എഴുത്തുകൊണ്ടല്ലേ? മറ്റുള്ളവരുടെ ജീവിതവും പ്രസാദാത്മകമാവുക അല്ലേ? അതാണ് ചൈതന്യവത്തായ ജീവിതം നയിക്കാൻ ഒരു എഴുത്തുകാരിയെ അല്ലെങ്കിൽ ഒരു കുടുംബിനിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് എഴുത്തുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പഠനം എവിടെയായിരുന്നു? പഠനം ഞാൻ വെള്ളിനേഴി LPയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 4 വർഷം ഡൽഹിയിലൊരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞിട്ട് ചളവറ സ്കൂളിൽ വന്ന് ചേർന്നു. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം കോളേജിലെ NSS ട്രെയിനിങ് കോളേജിൽ ബിഎഡ് ട്രെയിനിങ്. PG ഉണ്ടായിരുന്നു അല്ലേ? PG ഇല്ല. എവിടെ ജോലി എവിടെ ചെയ്തത്? അധ്യാപന ജോലി ഞാൻ ഇവിടെ വടക്കുംപുറം സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്കോട്, അതേമാതിരി മുതിരമണ്ണ സ്കൂളുണ്ട്. മുതിരമണ്ണ താഴേക്കോട് തന്നെ. പിന്നെ ഗവൺമെന്റ് സർവീസ് ആയിരുന്നു. ഗവൺമെന്റ് സർവീസ് ആണ്. ഇവിടെ മാത്രമാണ് എയ്ഡഡ് സ്കൂൾ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് PSC കിട്ടി, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട്? അല്ല, അത് എന്താണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ആയിട്ട്. നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ട് എഡ്യൂക്കേഷനിലേക്ക് വന്നു. പിന്നെ ഇവിടെ ചെറുപ്പശ്ശേരി AE ഓഫീസ്, ഒറ്റപ്പാലം DO, മലപ്പുറം DD, അങ്ങനെ കുറെ ചാവക്കാട് DO ഓഫീസ്, പിന്നെ കൊടുങ്ങല്ലൂർ, അങ്ങനെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ. ട്രാൻസ്ഫർ കിട്ടുമല്ലോ നമുക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയിരുന്നു. പിന്നീട് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് മാറി. ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പിന്നെ മാറിയില്ല. എല്ലാം ക്ലറിക്കൽ മേഖലയിലായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്? അല്ല, സീനിയർ സൂപ്രണ്ടായി SSI, PA to the DO എന്നൊക്കെ പറയാം. രണ്ടുപേരെ പോസ്റ്റ് തന്നെയാണ്. അങ്ങനെയാണ് DO ഓഫീസിലെ PA to DO അല്ലേ? അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, DO ഓഫീസിൽ ജോലി ചെയ്യുക, AE ഓഫീസിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരുടെ നിരന്തരമായൊരു സമ്പർക്കം ഉണ്ടാവാറുണ്ട്. ഒരു ഏടുമാഷ്, ഒരു പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രധാന അധ്യാപിക തൻ്റെ കടലാസുകളുമായി ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കാര്യങ്ങൾക്കുമായി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കുമായി സമീപിക്കുമ്പോൾ എത്തരത്തിലാണ് ഓഫീസ് ജീവനക്കാർ അവരോട് പെരുമാറാറുള്ളത്? അത് സബ്ജക്റ്റീവാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സമീപനവും. ഇപ്പം ഞങ്ങളുടെ ഗാങ്ങിലൊക്കെ ഉണ്ടായിരുന്നവർ പറഞ്ഞാൽ അത് ചിലർ രാവിലെ ആപ്ലിക്കേഷൻ വൈകുന്നേരം പാസ്സാക്കി കൊടുക്കും, പ്രോസസ് ചെയ്യാറുണ്ട്. അന്ന് മാനുവലായിരുന്നു, ഇപ്പോൾ കുറച്ച് കമ്പ്യൂട്ടറും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലത് കുറേ കാര്യങ്ങളെ കൊണ്ട് വൈകി ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഭരണ സൂപ്രണ്ടുമാർ അവർ ഓരോരുത്തരുടെയും ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ടൈമും ഇതൊക്കെ മാറും. ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ടീച്ചർക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഇത്തരം ഇപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരെ വിചാരിച്ചോളൂ, നമ്മൾ എഴുതി കുത്തി ഇങ്ങനെ നടക്കും ധാരാളം സമയം. എന്നിട്ടോ ഇപ്പോൾ അധികം നടക്കാറ് അൺഎയ്ഡഡ് അല്ല എയ്ഡഡ് മേഖലയിലെ അധ്യാപകരാണ്. അത് കാണാറുണ്ടോ ടീച്ചർ? പിന്നെ ഞാനൊക്കെ എന്താണ് എപ്പോഴും കണ്ടിരുന്നതല്ലേ, അത് കുറെ മാറ്റർ ഉണ്ട്. അതെന്താ വെച്ചാൽ ഒന്ന് അവരുടെ പേപ്പേഴ്സ് ശരിയാവില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലരാണ് അത് അങ്ങനെ ചെയ്തു കൊണ്ടുവരുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു കൊണ്ടിട്ട് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ചെയ്തു കൊടുത്താൽ നമുക്ക് ഓഡിറ്റും കാര്യങ്ങളും ഉള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല. അപ്പൊ അങ്ങനെ പല സംഭവങ്ങളെയും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതൊക്കെ അധികരിച്ചിട്ടാണ് ഒരുവിധം എല്ലാ ആൾക്കാരും അവനവന്റെ കഴിവിനനുസരിച്ച് ചെയ്യണവരാണ്. നല്ല സർവീസാണ് ഇപ്പൊക്കെ. പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ? പണ്ടും അങ്ങനെയൊക്കെ തന്നെ. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണ് എന്റെ ധാരണ. പറയണത് മറ്റുള്ളവരല്ലേ. അതെ. എന്തായാലും പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, അതുപോലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ DD, അങ്ങനെ ഒരു പ്രോസസ്സ്, ഒരു നിരയാണ് അല്ലേ? ഈ നിരയിലൂടെ എങ്ങനെ പോകണം. അപ്പോൾ ഉദാഹരണം ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് വേണം? ക്ലാർക്ക് ഉണ്ടാവും, അതിൻ്റെ UD ക്ലാർക്ക് ഉണ്ടാവും, ഹെഡ് ക്ലർക്ക് ഉണ്ടാവും, സീനിയർ സൂപ്രണ്ട് ഉണ്ടാവും. ഇവരൊക്കെ എങ്ങനെ ഈ അധ്യാപകർ ഈ ഫയലുമായി ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ കടലാസ് ഇതാ സാറേ എന്ന് പറഞ്ഞ് നടക്കണം? അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ, അത് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് കിട്ടിയ 5 ദിവസത്തിനുള്ളിൽ അത് പ്രോസസ്സ് ചെയ്യണം. അത് ശരിയാണെങ്കിൽ നമ്മളത് ക്ലർക്ക് എന്ത് ചെയ്യും? സൂപ്രണ്ടിനെ വയ്ക്കും. ആ സൂപ്രണ്ട് ലീവ് ഒന്നും അല്ലെങ്കിൽ അത് ശരിയാക്കി വിടും. അപ്പൊ അതിന് അത്ര കാലതാമസം ഒന്നും വരാൻ പാടില്ല ശരിക്കും. ടീച്ചർ പറയുന്നത് എന്തറിയോ, കാലതാമസമില്ലാതെ ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഒരാഫീസറായിരുന്നു എന്ന് തന്നെയാണ്. അതുപോലെയാണ് മറ്റുള്ളവരെന്ന് തന്നെ ടീച്ചർ പറയുന്നത്. എന്തായാലും നല്ല കാര്യമാണ് ടീച്ചറെ ഇതൊക്കെ. നമ്മുടെ ഈ പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? പുതിയ പുസ്തകം അടുത്ത് വരാനുണ്ടോ? ഇല്ല, ഒരു കുറച്ച് കഥകളുണ്ട്. അത് പ്രസിദ്ധീകരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആവണേ ഉള്ളൂ. അതൊക്കെ അതിന്റെ പണിപ്പുരയിലാണ്. രചനയിലാന്ന് പറയാം. രചന പൂർത്തീകരിച്ചു. അതിന്റെ ശ്രമങ്ങൾ. കുടുംബജീവിതം എങ്ങനെയാ? ആരൊക്കെ വീട്ടിലെ? ജീവിതം 2 മക്കളാണ്. ഒരാള് ബോംബെയില്, ഒരാള് ഇവിടെ കോഴിക്കോട് ഡോക്ടറാണ്. അവരുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ. അല്ലല്ല, അവൻ അവിടെ DPM ഒക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ അവൻ 1 വർഷം അമേരിക്കയിൽ പോയി സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി പഠിച്ചപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ? കോഴിക്കോട് തന്നെ. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണോ? അല്ല, മലബാർ മെഡിക്കൽ കോളേജ്. അല്ല, എന്താണ് കോഴിക്കോട് ആരോഗ്യ മേഖലയിൽ തന്നെ. ആരോഗ്യ മേഖല. എൻ്റെ വൈഫാണെങ്കിൽ അവിടെ
മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അവിടെ തന്നെ അവിടെ കാലിക്കറ്റ് ഉള്ളിയേരി. ഉള്ളിയേരി. പിന്നെ ഒരാള് എന്താ അദ്ദേഹത്തിന് മകൻ്റെ പേരെന്താ? നവീൻ. ഡോക്ടർ നവീൻ. വേറൊരു ആളും കൂടി ഉണ്ട്. മൂത്ത ആളാണ് പ്രവീൺ. അവൻ ഭാരത് പെട്രോളിയത്തിലാണ്, ബോംബെയിലാണ്. അയാളുടെ വൈഫ് ഇതേമാതിരി MES ഡെന്റിസ്റ്റാണ്. ഡെന്റിസ്റ്റ് ആയിരുന്നു. മാക്സിലോഫേഷ്യൽ സർജനാണ് അല്ലേ? തൽക്കാലം ഇപ്പോൾ ഓർത്തോഡോണ്ടിക്സ്, മാക്സിലോഫേഷ്യൽ സർജൻ. ഫേസ് ഒക്കെ ക്ലിയർ ആക്കുക, നല്ല ചിത്രങ്ങളൊക്കെ പല്ലൊക്കെ ഉന്തിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കുക, അങ്ങനെയുള്ള സർജറി വിദഗ്ധയാണ്. എന്താ പേര്? അഖില. അപ്പോൾ ആ കുട്ടീനെ കണ്ട സൗന്ദര്യവർദ്ധകമൊക്കെ പറ്റും ഉണ്ടല്ലേ? ഓ, വലിയ സന്തോഷം. കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. എന്തായാലും പ്രഭാവതി ടീച്ചറുടെ സാഹിത്യരചനയ്ക്കും കുടുംബജീവിതത്തിനും എല്ലാവിധ നന്മകളും പടവുകൾ നേരാണ്. വലിയ സന്തോഷം. നന്ദി ടീച്ചർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇപ്പോൾ. സന്തോഷം. താങ്ക് യു.